നടി ലക്ഷ്മി ഓടി ഒളിക്കുകയല്ല ചെയ്തത്. 2 വിവാഹമോചനം, മൂന്നാമത്തേത് 40 വർഷമായി. മകൾ ഐശ്വര്യ ചെയ്ത തെറ്റിന് ഒരു ദത്തുപുത്രിയെ ഏറ്റെടുത്തു. നടൻ മോഹൻ ശർമ്മയുടെ ദുരന്തകഥ സിനിമാ ലോകത്ത് വേദനയോടെ പടരുമ്പോൾ അതിലെ പ്രതിനായികാ സ്ഥാനത്താണ് ചിലർ നടി ലക്ഷ്മിയെ നിർത്തുന്നത്. ആ വിധത്തിൽ അപമാനിക്കപ്പെടേണ്ട വ്യക്തിയല്ല ലക്ഷ്മി. അവരുടെ സ്വകാര്യ ജീവിതം എന്ത് എന്നതല്ല പ്രശ്നം. ഇന്ത്യൻ സിനിമയ്ക്ക് അവർ നൽകിയ സംഭാവനകൾ അതീതമാണ്. അഭിനയിച്ചത് 700-നടുത്ത് സിനിമകളിലാണ്. പൊതുസമൂഹത്തിന് അജ്ഞാതമായ കാരണങ്ങളാൽ 3 തവണ വിവാഹം കഴിക്കേണ്ടി വന്നു ലക്ഷ്മിക്ക്. ആദ്യ ഭർത്താവ് ഭാസ്കറിൽ ജനിച്ച കുട്ടിയാണ് പിന്നീട് നടി എന്ന നിലയിൽ പ്രശസ്തയായ ഐശ്വര്യ. മോഹൻലാലിന്റെ ബട്ടർഫ്ലൈസിലും നരസിംഹത്തിലെയും നായിക. ചട്ടക്കാരി ഉൾപ്പെടെ നിരവധി സിനിമകളിൽ നായകനായി ഒപ്പം അഭിനയിച്ച മോഹൻ ശർമ്മയെയാണ് ലക്ഷ്മി രണ്ടാമത് വിവാഹം കഴിച്ചത്. 5 വർഷത്തിനുള്ളിൽ ആ ബന്ധവും പിരിഞ്ഞു. 7 വർഷങ്ങൾക്ക് ശേഷം അവർ ശിവചന്ദ്രൻ എന്ന ആളെ വിവാഹം കഴിച്ചു. ഇതെല്ലാം അക്കാലത്ത് മാധ്യമങ്ങൾ കൊണ്ടാടിയ വാർത്തകളായിരുന്നു. ഏതോ മഹാപരാധം ചെയ്ത പോലെയാണ് പലരും കുറ്റപ്പെടുത്തിയത്. എന്നാൽ മാറിയ കാലത്ത് ഇതൊക്കെ ചെറിയ സംഭവങ്ങൾ മാത്രമായിരുന്നു. ഇടക്കാലത്ത് മകൾ ഐശ്വര്യ തൻവീർ അഹമ്മദിനെ വിവാഹം കഴിച്ചപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ലക്ഷ്മി സംയുക്ത എന്നൊരു കുഞ്ഞിനെ ദത്തെടുത്തു. മകൾ തെറ്റുതിരുത്തി തിരിച്ചു വന്നപ്പോൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുകയും ചെയ്തു. ഒരാൾ പ്രണയിക്കുന്നതോ മതം നോക്കാതെ വിവാഹം കഴിക്കുന്നതോ ഒന്നും ലക്ഷ്മിയുടെ കാഴ്ചപ്പാടിൽ തെറ്റല്ല. പക്ഷെ സ്നേഹം നടിച്ച് വരുന്ന ആൾ ആത്മാർത്ഥതയുള്ളവനായിരിക്കണം. തിരിച്ചും അതുപോലെ തന്നെ. എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം പരസ്പരം ഉൾക്കൊള്ളാനും താങ്ങും തണലുമാകാനുള്ളതാണെന്നും അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ നിരീക്ഷിക്കുന്നു. എന്നാൽ ഇന്നും ഒന്നിലേറെ വിവാഹബന്ധങ്ങളുടെ പേരിൽ അവർ അപഹസിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ ഖേദകരം. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.